ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അപാര ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഈ ഒരു കേക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മൈദ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല. ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്രെഡാണെന്നൊന്നും പറയുകയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ്, ബേക്കറി പെർഫെക്ഷനുള്ള ഒരു ബ്രെഡ് പുഡിംഗ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഇത് ഓവനും ബീറ്ററും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിംഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസുള്ള ബ്രെഡാണ്. അത് നമുക്കൊന്ന് തവയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് സമയം തവയിലിട്ടേക്കരുത്. ഇപ്പോൾ ചെറിയ സ്ലൈസ് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 പീസോ അല്ലെങ്കിൽ 6 പീസോ ഒക്കെ എടുക്കേണ്ടി വരും. അത് നമുക്ക് അവസാനം നോക്കിയിട്ട് അതിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ സൈഡ് ചെറുതായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പം റോസ്റ്റ് ചെയ്യുമ്പം ഡ്രൈ ആയി പോകരുത്. ഇതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് പോകാൻ പാടില്ല. സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അത് നമുക്ക് നല്ല കുറച്ചൊരു വലിയ തരിയായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യരുത്. ജസ്റ്റ് നമ്മൾ ആ പ്രസ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് ഒന്ന് കറക്കിയും എടുത്താൽ മതി. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് കണ്ട ഇച്ചിരി വലുപ്പമില്ലേ അതിന്, അത് മതി. നമ്മളിത് എടുത്തിട്ട് നമുക്ക് ഉരുട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഉരുട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ, അത് പൊടിഞ്ഞങ്ങ് പോവുകയല്ലേ ചെയ്യാം. ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. അതിന് ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഡ്രൈ ആക്കാനല്ല. കാരണം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബ്രെഡിന് വേറൊരു ടേസ്റ്റ് അല്ലേ. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഏലക്ക ഒന്ന് തൊലി പൊളിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർക്കണമെന്നില്ല. ഇല്ലെങ്കിൽ 1 ചേർത്താലും മതി, അല്ലെങ്കിൽ 2 ചേർത്താലും എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഇതിന് ഏലക്കയുടെ ഒരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അത് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. കുറച്ച് സമയം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വേണം എടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കണം. അത് നല്ലൊരു ബീറ്റ് ചെയ്ത് ഒരു വൈറ്റ് കളറിലേക്ക് ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഇത് ബീറ്റാക്കി എടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിസ്ക് വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇളക്കി നല്ല മിക്സ് ആക്കിയിട്ട് ഒരു യെല്ലോ കളർ മാറി ഒരു വൈറ്റ് കളറായി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർക്കേണ്ട, ഓരോ മുട്ടയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് തന്നെ എടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു കളർ മാറി വൈറ്റ് കളർ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം മിക്സ് ആക്കുന്നോ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ കൂടി വരും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അതുവരെ ആവണം. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിരുന്നാലും മതി. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ബേക്കറി പെർഫെക്ഷനിൽ ഈ ഒരു പുഡിംഗ് കേക്ക് കിട്ടുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടെല്ലാം യോജിച്ച് വരട്ടെ. അപ്പോൾ അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ചില്ലേ അത് ഒരുമിച്ചിടണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കേക്കിൻ്റെ കൺസിസ്റ്റൻസി അല്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് തിക്നെസ് വേണ്ട. പൊടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത് മതി. ഇത് നമ്മൾ ഇടുന്ന സമയത്ത് ഇതിപ്പോഴും ലൂസായിട്ടാണുള്ളതെങ്കിൽ 1 or 2 ബ്രെഡും കൂടെ എടുത്ത് ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കോരി ഒഴിക്കുന്ന പരുവല്ല, ഇടുന്ന ഒരു പരുവം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവുകയും വേണ്ട. ഇത് മതി. ഇതിലേക്ക് നമുക്കിനി 4-5 കാഷ്യൂ നട്ട്സ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് ബട്ടർ വെച്ച് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ്. അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബട്ടർ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ കൺസിസ്റ്റൻസി, ഒന്ന് ശ്രദ്ധിക്കണേ. ചെറിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ 6 സ്ലൈസ് തന്നെ മിക്കവാറും വേണ്ടി വരും. ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പം 5 ഇഞ്ചിൻ്റെ ട്രേ ഇല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ ട്രേ ആയാലും കുഴപ്പമൊന്നുമില്ല, 7 ആയാലും പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു തിക്നെസ് കുറഞ്ഞിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ.
നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് പിസ്തയും കൂടെ ക്രഷ് ചെയ്താണ് അതിട്ട് കൊടുക്കാം. നട്ട്സ് മാത്രമായാലും മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലായിടത്തും നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങി നല്ലൊരു ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഓവൻ സെറ്റപ്പ് 5 മിനിറ്റായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് സിമ്മിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 to 30 മിനിറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇത് പിന്നെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം എത്ര സമയം വേണമെന്ന്. ഇപ്പോൾ ഞാൻ 20 മിനിറ്റ് ആയപ്പം തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നടുഭാഗം വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ സിമ്മിലേക്ക് വെച്ച് 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു. ഇത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എടുക്കാം. നടുഭാഗമാണ് ഏറ്റവും അവസാനമാവുക. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ടൈം വ്യത്യാസം ഉണ്ടാവും. കേക്ക് ബേക്കിംഗ് ട്രേ കുറച്ചുകൂടെ വലുതാണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ 7 ഇഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പം എന്തായാലും ഒന്ന് തുറന്ന് നോക്കി അതിനനുസരിച്ച് തന്നെ എടുത്താൽ മതി. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ വലിഞ്ഞു പോകും. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു കുറച്ച് കട്ടിയുള്ളൊരു ടവലിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ അതെപ്പോഴും കേക്ക് എപ്പോഴും നല്ല മോയ്സ്ചറായിട്ട് തന്നെ ഇരിക്കും. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. രാത്രിയായിരുന്നു ഉണ്ടാക്കിയത്. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ അടിഭാഗവും സൈഡും ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. നല്ല മണമാണ്. അതാണിത് ഒരു രക്ഷയില്ല. അത്രയധികം സ്മെല്ലാണ് ഈ ഒരു കേക്കിന്. നമ്മൾ ഏലക്കായ ചേർത്തു, നെയ്യും ബട്ടറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി സ്മെല്ലാണ്. ഇതിലിപ്പം ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ബട്ടറും നെയ്യും കൂടെയുള്ള ആ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ചേർക്കുന്നത് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നെയ്യൊക്കെ കുറച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണുള്ളത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ടും കൂടെ നല്ല സോഫ്റ്റാണ്. കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് എടുക്കാം. വേണ്ട, നല്ല സോഫ്റ്റാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ സ്പോഞ്ച് കേക്ക് പോലത്തെ ആ ഒരു സോഫ്റ്റ്നെസ് അല്ല. ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരു പുഡിംഗ് കേക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വേറെ തന്നെ ഒരു ടെക്സ്ചറാണ്. സാധാരണ കേക്കിൻ്റെ ടെക്സ്ചറല്ല ഇത്. എന്നാൽ നമ്മളിത് ബ്രെഡാണെന്നും പറയില്ല. കണ്ടാലും പറയില്ല, കഴിച്ചാലും പറയില്ല. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 400 ഗ്രാമാണ്. ഇപ്പോൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 200 രൂപ മുതൽ 250 രൂപ വരെയൊക്കെ വാങ്ങിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. അപാര ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് ബ്രെഡാണെന്നൊന്നും, ബ്രെഡെന്ന് പോയിട്ട് സാധാരണ മൈദ കൊണ്ടാണെങ്കിൽ പോലും ആ ഒരു കേക്കിനെ കഴിഞ്ഞൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു കേക്ക്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയത്, എത്ര പെട്ടെന്ന് കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ഒരു കേക്കിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നാളെയല്ല മറ്റന്നാൾ കഴിക്കണം. ഈ ഒരു കേക്കിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഉണ്ടാക്കി 2 ദിവസം കഴിഞ്ഞ് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. ആ നട്ട്സൊക്കെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.